ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ഇഷ്ടപ്പെടുന്നതുമായ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ലഞ്ച് ബോക്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യമേ തന്നെ ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വലിയൊരു ക്യാരറ്റ് ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്താലും മതിയാകും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. പിന്നീട് പച്ചമുളകും ഇഞ്ചിയും, ചെറിയ കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ബീട്രൂട്ടിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ ബീട്രൂട്ട് എടുത്താലും മതിയാകും. അതും ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ്. 1 ടീസ്പൂണോ 1/2 ടീസ്പൂണോ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളകും ജീരകവും കൂടി പൊടിച്ചത് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതെല്ലാം കൂടെ നമുക്കൊരു 2 മിനിറ്റ് നേരം വഴറ്റിയെടുത്താൽ മതിയാകും. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സ്വാദിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും നമ്മൾ അയമോദകം ഒരു 1/4 ടീസ്പൂണും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. 2 മിനിറ്റ് നേരം വഴറ്റിയാൽ മതിയാകും. പിന്നെ അതിലേക്ക് നമുക്ക് ചെറുതായി മുറിച്ച മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. കൂടെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുന്നു. അതിൽ നിന്ന് നമ്മൾ ഉരുളകൾ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് ആദ്യമേ ഒന്ന് പരത്തിയെടുക്കുക. പിന്നെ നമ്മൾ ആ സ്റ്റഫിങ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് നല്ലപോലെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കണം. ഒരുപാട് തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല, ഒരു കുറച്ച് തിക്കായിട്ട് പരത്തിയെടുക്കുക. പറാത്ത പറയുമ്പോൾ കുറച്ച് തിക്കായിട്ടാണല്ലോ നമ്മൾ പരത്തിയെടുക്കുക. അപ്പോൾ അതുപോലെ പരത്തിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൂടായ തവയിലിട്ട് നെയ്യോ എണ്ണയോ ചേർത്ത് 2 വശവും നല്ലപോലെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ ക്യാരറ്റ് ബീട്രൂട്ട് പറാത്ത, ഇത് കൂട്ടുകാരെ ഇത് വളരെ നല്ല രുചിയുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. എൻ്റെ മോൻ സാധാരണയായിട്ട് ബീട്രൂട്ടൊന്നും കഴിക്കാറില്ല, ഇഷ്ടമല്ല. പക്ഷേ ഇന്നലെ ഈ പറാത്ത കഴിച്ച ശേഷം അവൻ തന്നെ പറഞ്ഞു ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ പറാത്തയ്ക്ക് അങ്ങനെ. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ചൂടായ തവയിലിട്ടിട്ട് 2 വശവും നല്ലപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യോ എണ്ണയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ലഞ്ച് ബോക്സിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ചൂടായിട്ട് കഴിക്കുമ്പോൾ വളരെ നല്ല ടേസ്റ്റുള്ള ഒരു പറാത്തയാണ്. ഇതിന് സൈഡ് ഡിഷ് ഒന്നും തന്നെ ആവശ്യമില്ല, അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈരും കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഒരു അടിപൊളി റെസിപ്പിയാണത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.